വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന സെയിം സൺസ്ക്രീൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറി വിളിക്കും. പക്ഷേ കോഹ്ലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള 3 സൺസ്ക്രീൻ ഞാൻ തന്നെ പറഞ്ഞുതരാം. അങ്ങനെ വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മാറി ഇപ്പൊ വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള സൺസ്ക്രീൻ ആയി. എന്റെ പൊന്നു മച്ചാനെ, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഈ വിരാട് കോഹ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് അറിയാത്ത നീ എങ്ങനെയാണ് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൊണ്ടുവന്ന് കാട്ടിത്തരുന്നത്? ബെറ്റർ ആണെന്ന് പറയാൻ കാരണം ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. കോഹ്ലി യൂസ് ചെയ്യുന്ന കണ്ടില്ലേ, ഫുള്ള് വൈറ്റ് കാസ്റ്റ് ആണ്. ഇതും തേച്ചൊരാൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സർ. ഈ ക്രിക്കറ്റേഴ്സ് ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസ് ഭയങ്കര തിക്കും ഹാർഡും ആയിരിക്കും. അതായത് അവർ ഗെയിമിന്റെ സമയത്ത് അവർ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻസ് ഈ സിങ്ക് ഓക്സൈഡ് ബേസ്ഡ് സൺസ്ക്രീൻസ് ആയിരിക്കും, അല്ലാതെ നമ്മുടെ പോലത്തെ നോർമൽ സൺസ്ക്രീൻ അല്ല. ഈ സിങ്ക് ഓക്സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ അത് ട്രാൻസ്പെറന്റ് ആവത്തില്ല ആ സൺസ്ക്രീനുകൾ. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സൺസ്ക്രീൻ പോലെ നമ്മുടെ മുഖത്തേക്ക് ബ്ലെൻഡ് ആവത്തില്ല. അവരുടെ മുഖത്ത് പെയിന്റ് അടിച്ച പോലെ അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് അടിച്ച പോലെ കിടക്കും. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സുഹൃത്തെ. നീ പറയുന്ന ടാൻ അടിക്കാതിരിക്കുന്നത് ആ സാധനം ഇടുന്നതുകൊണ്ടാണ്. അല്ലാതെ വിരാട് കോഹ്ലി എവിടെയെങ്കിലും സാധാരണയായിട്ട് പോകുന്ന സമയത്ത് ഈ വൈറ്റ് കാസ്റ്റ് അടിപ്പിച്ച സൺസ്ക്രീൻ ആയിട്ട് നടക്കുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നീ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നു, എന്നിട്ട് നിനക്ക് ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? വിരാട് കോഹ്ലി യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ സത്യം പറയുകയാണെങ്കിൽ ഫുൾ വീഡിയോ കാണുന്നവരെ ഞാൻ ശരിക്കും കരുതിയ മൂപ്പർ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. ന്യായീകരിക്കല്ല, തെറ്റിന്റെ ഭാഗത്താണെന്ന് എനിക്കറിയാം. കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിരുന്നു. ന്യായീകരിക്കല്ല, തെറ്റ് നിന്റെ ഭാഗത്താണെന്ന്. എടാ മച്ചാനെ, ഇത് ഞാനൊരു എക്സാമ്പിൾ, ഒരു സെനാരിയോ പറയാം. 2 പയ്യന്മാർ ഒരു ട്രെയിൻ പാളത്തിന്റെ അടുത്തൂടെ നടന്നു പോവാണ്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു പയ്യൻ കാല് തെറ്റി മറ്റേ പയ്യനെ ട്രെയിൻ പാളത്തിലേക്ക് തള്ളിയിട്ടു. പുള്ളി ട്രെയിൻ കയറി മരിച്ചുപോയി. ഇതേ സെനാരിയോയിൽ ഒരു പയ്യൻ മനഃപൂർവ്വം ഒരുത്തനെ തള്ളി ട്രെയിൻ പാളത്തിലേക്ക് ഇട്ട് കൊന്നു കളഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അയ്യോ എന്റെ സാറേ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ മച്ചാനെ? ആ ഫുൾ വീഡിയോ കണ്ടപ്പോഴാണ് നിന്റെ തെറ്റ് മനസ്സിലാക്കിയത് നീ പറഞ്ഞു. അപ്പൊ ഇതിനു മുന്നേ ആ കൊച്ചു വീഡിയോയിൽ ആ പ്രൊഡക്റ്റിന്റെ ഒരു അറ്റം ഭാഗം കണ്ടിട്ട് നീ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് ആണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത്ര ഉള്ള ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിന്റെ വാല്യൂ. സൺസ്കൂപ്പിന്റെ സൺസ്ക്രീൻ ആണ് വിരാട് കോഹ്ലി ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ഒന്നാമത്തെ ക്രിയേറ്റർ അല്ല നീ. ഉള്ള പറയണത്തിൽ ഒരെണ്ണത്തിന് പൊക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നല്ല ക്ലീൻ ആയിട്ട് ആൾക്കാരെ മൂഞ്ചിച്ച് അവർക്ക് വേണ്ടി മാർക്കറ്റിംഗും ചെയ്ത് കൊടുത്ത് അവരെ പൈസയും മേടിച്ച്, വേണ്ട അവരെ പൈസ മേടിച്ചു എന്ന് പറയുന്നില്ല, നല്ല മൂഞ്ചിക്കുന്ന ഹുക്ക് വിട്ട് ആൾക്കാരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് മേടിച്ച് ആ കമ്മീഷനും അടിച്ച് നല്ല രീതിക്ക് ആൾക്കാരെ മൂഞ്ചിച്ച് പൈസ ഉണ്ടാക്കി അതിന് പുട്ടു അടിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ ഒരിക്കലും ഒരുത്തം വന്നിട്ട് അത് എക്സ്പോസ് ചെയ്യുമ്പോൾ അയ്യോ എനിക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത് അടുത്ത മൂഞ്ചിക്കലുമായിട്ട് വരുമ്പോൾ എന്റെ പൊന്നു മാഷെ അത് നീ മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. നിന്റെ ഒരു വീഡിയോ കണ്ട് പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും 10 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ ആ വീഡിയോ കണ്ടോ. അപ്പൊ അത്രയും പേരെ നീ പറ്റിച്ചിട്ടുണ്ട് ഉടായ്പ പറഞ്ഞിട്ട്. ഇപ്പോഴും സ്റ്റിൽ ആ വീഡിയോ റണ്ണിംഗ് ആണ്. തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള നിന്റെ അടുത്ത ഉടായ്പ വീഡിയോ കണ്ടപ്പോഴും ഞാൻ നോക്കിയത് നിന്റെ അക്കൗണ്ടിൽ ആ പഴയ വീഡിയോ, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ആ വീഡിയോ നീ ഇതുവരെ റിമൂവ് ചെയ്തില്ല എന്നുള്ളത് അതിശയം തന്നെ. അങ്ങനെ നിങ്ങൾ പറയുക, ഇവന്റെ ഉടായ്പ അപ്പോളജി ആണോ നമുക്ക് വേണ്ടത്, അതോ അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് റിമൂവ് ആവാണോ നമുക്ക് വേണ്ടത്? ഒരു വീഡിയോയിൽ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് എല്ലാ വീഡിയോസിലും വന്ന് കമന്റ് ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഫോളോ കൂടെ ചെയ്യണം. പൊന്നു വെച്ചാൽ നിന്റെ തൊലിക്കട്ടിയെ സമ്മതിച്ചു, അതിന്റെ ഇടയിലും നീ മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിന്നെ. മച്ചാനെ, ഒരേ ഒരു വീഡിയോയിൽ തെറ്റി പറ്റിയെന്നുള്ളതല്ല, ഒരു വീഡിയോ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ഞാൻ എന്റെ ഒരു മാനസിക പരിഗണന വെച്ചിട്ട് നിർത്തിയതാണ്. എന്താണെങ്കിലും മച്ചാൻ ചോദിക്കുമല്ലേ, നമുക്ക് കൊടുത്തേക്കാം. പിന്നെ കഴിച്ച് ഇവനൊരു പരാതി പറഞ്ഞു, ഇവന്റെ പേജിൽ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നു. എന്തിനാണ് കഴിച്ച് നിങ്ങൾ അവിടെ പോയി നെഗറ്റീവ് കമന്റ് ഇട്ട് കൊടുത്താണെങ്കിൽ അവന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങൾ അവിടെ പോയി നെഗറ്റീവ് ഇടണ്ട. അവൻ ഇവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പറഞ്ഞു. വെറുതെ എന്തിനാണ് അവനൊക്കെ നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്?